ഹലോ ഗൈസ്, നമ്മുടെ കോളേജ് ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിട്ടൊന്ന് കൊളാബറേറ്റ് ചെയ്തല്ലോ. അവർ ലേഡി ഓഫ് ഗുഡ് കൺസൾട്ടിങ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് കൊളാബ് ചെയ്യുന്നത്. അതിന് വന്നിരിക്കുന്നവരാണ് ഈ കാണുന്നത്. ഫോൺ എടുത്ത് അപ്പം മുഹമ്മദും. എന്താണെന്നറിയില്ല, എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫോൺ ഇഷ്ടമല്ല. ഓ, എന്തൊക്കെയായി കാണുന്നു. ഇവൻ എനിക്കൊരു പാരയാവും. ഇവൻ എന്താണ് ഈ ഫോക്കസ് ചെയ്യണേ? എന്നെ തന്നെയല്ലേ? ഓ അതെ, ക്യാമറാമാൻ. ഗുഡ്. റോണിമോനാണ് ഇന്നത്തെ ഹോസ്പിറ്റാലിറ്റിയുടെ പരിപാടി. അതാണ് ഈ കാണുന്നത്. ജൂനിയേഴ്സൊക്കെ വന്നു, എല്ലാവരും സെറ്റായി. കഴിഞ്ഞു, സാർമാരുടെ പ്രസംഗം കഴിഞ്ഞു. പിന്നെ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ആൾക്കാരെ കാണിക്കും. ഇതാണ് നമുക്ക് അവിടുന്ന് വന്ന ലിയാഡോ സർ. ഇറ്റലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് സാറിന് പ്രസൻറ്റേഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാറിനും മൊമെൻറ്റോ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞത്തെ സെക്ഷൻ പിന്നെയും ക്ലാസ്സിലേക്കായിരുന്നു. അത് റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചൊരു ലീഗൽ ക്ലാസ്. ഇതാണ് അക്ഷയ്. ക്യാമറ കണ്ട അപ്പം വരും. ഫേമസ് ആവണമെന്നാണ് പുള്ളിയുടെ ഏക ആഗ്രഹം. അക്ഷയെ പറഞ്ഞപ്പോഴാണ് പുറകെ നിൽക്കുന്നതാണ് സൗമ്യ മിസ്. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഫാക്കൽറ്റിയാണ്. നമുക്ക് മാത്രമല്ല കേട്ടോ ക്ലാസ് ഉള്ളത്. എൻജിനീയറിങ്ങിലെ സ്റ്റുഡൻസ് എംസിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന അഡ്വക്കേറ്റ് സാറായിരുന്നു ക്ലാസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് വാസ് എ നൈസ് ക്ലാസ്. ക്ലാസ്സിലിടയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. മേളിൽ നിന്ന് ആടണ കണ്ടോ ഗൈസ്? ആ സ്പീക്കറിനാട്ടം കണ്ടാൽ അറിയാം. ആടുന്നുണ്ട്. താഴോട്ട് എങ്ങനെ വീണെങ്കിൽ ഉണ്ടല്ലോ, വന്ന സാറ് ഉൾപ്പെടെ എല്ലാവരും. ക്ലാസ്സിനിടയ്ക്ക് അത് സംഭവിച്ചു കേസ്. അനുവിൻ്റെ ഷൂ കാണുന്നില്ല. എടുത്തു വെച്ച ആളെ എനിക്കറിയാം. ഇപ്പം പക്ഷെ പറഞ്ഞു കൊടുക്കില്ല. കുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. സ്കൂൾ ബസ്സും വന്നു, അല്ല കോളേജ് ബസ്സും വന്നു. ഇതാണ് എൻ്റെ കോളേജ് ബസ്. നൈസ് അല്ലേ ഗൈസ്? ഇവിടുത്തെ ഏറ്റവും വലിയ ബസ്സായത്. ഇത്രയേ ഉള്ളൂ. ശുഭദിനം.